ഹലോ ഗൈസ്, വെൽക്കം ടു അനദർ എപ്പിസോഡ് ഓഫ് ലേസി റോണ്ടുബോ. പ്രത്യേകിച്ച് പറയേണ്ട ആവശ്യമില്ല ഞാൻ അവിടെ ഇരിക്കണേന്ന്. തൊട്ട് പുറകിൽ ഈ വിമാനങ്ങൾ ഉണ്ടാകാൻ തന്നെ അറിയാം ഞാൻ എയർപോർട്ടിലിരിക്കണേന്ന്. അപ്പോൾ നമ്മളിന്നാണ് ഈ മാഞ്ചസ്റ്റർ എയർപോർട്ടിലാട്ടോ. ഇന്നാണെങ്കിൽ നമ്മളൊരു സ്പെഷ്യൽ ഡേ ആണ്. മോസ്റ്റ് എക്സൈറ്റഡ് ആയിട്ട് സ്ഥലത്തിനാണ് ചെല്ലാൻ പോണത്. കുറേ നാളായി കൊതിച്ച് കാത്തിരുന്ന സ്ഥലം കേരള. ഇന്ത്യയായിട്ടാണ് നമ്മൾ തിരിച്ചു വരാൻ പോകുന്നത്. പക്ഷെ ഇത് ആർക്കും അറിയില്ല. സർപ്രൈസായിട്ടാണ് നമ്മൾ പോകുന്നത്. എന്തൊക്കെ സർപ്രൈസാണ് നമുക്ക് വഴിയെ കണ്ടറിയാം. സീ യു, ബൈ. അങ്ങേയറ്റം നിന്ന് ഇങ്ങേയറ്റം വല്ല ക്യൂ ഉണ്ടോ? ഈ ക്യൂ ആണെങ്കിൽ ചെക്ക് ഇൻ ഗേറ്റിൻ്റെ ഒന്നുമല്ല. ഇവിടുത്തെ ആണെങ്കിൽ കൺവെയർ ബെൽറ്റും പോട്ടെ, സ്റ്റെയർ കേസ് ബ്രോക്കണാണ്. അതുകൊണ്ടാണെങ്കിൽ ലിഫ്റ്റിന് വേണ്ടി ആൾക്കാർ ഡിപ്പാർച്ചർ ഫ്ലോറിലോട്ട് പോകാൻ വേണ്ടിയുള്ള ക്യൂ ആണിത്. ചെക്കിങ് കൗണ്ടറിൽ വന്ന് വെയിറ്റ് ചെയ്യുകയാണ്. സോ നമ്മൾ സ്മൂത്തി ഒക്കെ അടിച്ച് കുറച്ച് എനർജിയൊക്കെ സെറ്റാക്കി നമ്മൾ അങ്ങോട്ടേക്ക് പോവുക. നിങ്ങളുടെ രാജകുമാരൻ ഇരിപ്പുണ്ട് കേട്ടോ. ബ്ലൂ ലേബൽ 279 പൗണ്ട്, യൂഷ്വൽ പ്രൈസ് 290, 20 പൗണ്ട് ലാഭമുള്ളൂ കേട്ടോ. ബ്ലൂ ലേബിൾ ചോണി പാർക്ക് ബ്ലൂ ലേബിൾ ഇരിപ്പുണ്ട്, കൊള്ളാം. പിന്നെ എന്താ മേളിൽ ഗോൾഡ് ലേബിൾ 290 പൗണ്ട് ഇരിപ്പുണ്ട്. ഇതേ റോയൽ സല്യൂട്ട് 207 പൗണ്ട്. കല്യാണത്തിന് വേണ്ടി ഞാനൊരു ഡ്രസ്സ് മേടിച്ചിട്ടുണ്ട്. അതിന് പറ്റിയ വില ഉണ്ടോ എന്ന് നോക്കിയാൽ കൊള്ളാമെന്നുണ്ട്. പക്ഷെ പൈസ എന്നെ സമ്മതിക്കുന്നില്ല. നൈസാണ്. ഓ ലുക്ക് ദിസ്. ഞാൻ എത്രയായിരിക്കും? നിനക്കൊരു 10-20-30 പൗണ്ട് വരുമായിരിക്കും. ഓ 2000 ഒക്കെ അല്ലേ? പക്ഷെ നൈസാണ്. ഹാരി പോട്ടറിൻ്റെ വടിയുണ്ട്, വേണോ? ഹാരി പോട്ടറിൻ്റെ വടിയുണ്ട്. ഹാരി പോട്ടറിൻ്റെ ഹ്യൂജ് കളക്ഷൻ തന്നെയുണ്ട്. ഹാരി പോട്ടറിൻ്റെ ടാഗ്, പിന്നെ ലണ്ടൻ്റെ സൂവിനേഴ്സ് ഉണ്ട്. 2 ഐറ്റം കളക്ട് ചെയ്യാൻ കേട്ടോ. ഹായാ, we got 2 items to collect. At the start of this, That's it. Thank you. The exit is duty free. Alright. Straight down. Alright. You'll enter another duty free. Literally go right at the end. You'll see Mac. Alright. Opposite Mac is collection point. That's fine. Thank you. ഗൈസ്, ഇവിടെ നല്ല മേടിക്കേണ്ടത്. നമ്മൾ എവിടെ നിന്ന് നമ്മൾ പറഞ്ഞു അയച്ചിരിക്കണം. നമുക്ക് അങ്ങേറ്റത് പോയി മേടിക്കാൻ പോവാ. നോക്ക്, ഈ മാനിന്റെ തല നോക്ക്, തൊട്ട് കഴിഞ്ഞാൽ വിഷയമായിരിക്കും. എല്ലാത്തിനും ഉണ്ട് കേട്ടോ. ആന, പട്ടി. പട്ടിയോ? ആ ദേ പട്ടി. ലാബഡോർ. ദേ മറ്റേ ടെസ്റ്റ് ചെയ്യണം. അതെ, എടുത്തടിച്ചു നോക്കി. എനിക്ക് പേടിയാ. എടുത്തടിച്ചു നോക്കി. യൂസ് ചെയ്താ എടാ, അത് ഇതിനകത്താടാ. നോർമൽ ഒരു പെർഫ്യൂമിന്റെ സ്മെല്ലായിട്ട് എനിക്ക് തോന്നിയത്. കാണിച്ചേ. നോർമൽ സ്മെല്ല. അതുകൊണ്ട് നല്ല ഹാർട്ട് സ്മെല്ലാണ്. അങ്ങനെയാണ് ഈ ഫൈനലി 11:15 പുറപ്പെടേണ്ട ഫ്ലൈറ്റ് ആണെങ്കിൽ ഇപ്പോഴാണ് ഈ 11:45 പുറപ്പെടുമെന്ന് പറഞ്ഞേക്കുന്നത്. ഇതാണ് നോർത്ത് അറ്റ്ലാന്റിക്കിൻ്റെ ഫ്ലൈറ്റ്. അടുത്ത് ഇന്ത്യക്കോട് ഇവിടുന്ന് പോകുന്ന ഫ്ലൈറ്റ് അല്ല, നോർത്ത് അറ്റ്ലാന്റിക്കിന് ലീസിലെടുത്ത ഫ്ലൈറ്റാണ്. ലെറ്റ്സ് സീ. 11:45 പോകുന്നു. ചെയ്തതുപോലെ തന്നെയാണെങ്കിൽ ഫ്ലൈറ്റ് ആണെങ്കിൽ ഇപ്പോൾ ഏറെക്കുറെ 1.5 മണിക്കൂർ ഡിലേ ആയിട്ട്. അപ്പോൾ 1 മണിയായി. എടുക്കാറാവെന്ന് തോന്നുന്നു. ഏറെക്കുറെ എല്ലാവരെയൊക്കെ ബോർഡ് ചെയ്യുന്നു. അപ്പോൾ നമ്മൾ ഡൗട്ട് എന്താ വെച്ചാൽ ഡൽഹിയിൽ നിന്നുള്ള ഫ്ലൈറ്റ് കിട്ടുമോ ഇല്ലയോ എന്ന് പ്രതീക്ഷിച്ചു മാത്രമേ കണ്ടറിയാം. വെച്ച് നമുക്ക് ഇന്ത്യയിൽ എന്തൊക്കെ പരിപാടി ഉണ്ടെന്ന് നോക്കാം. എൻ്റർടൈൻമെൻറ്റ് സിസ്റ്റം മൂവീസ് നോക്കാം. മൂവീസിൽ 12th ഫെയറുണ്ട്. അനൗൺസ്മെൻറ്റ്
8 മണിക്കൂറിൽ പൈലറ്റ് എത്തിക്കാൻ പറ്റുമെന്നാണ് സുധിനോട് പറഞ്ഞാണ്. പൊന്നിനോട് ചോദിച്ചാൽ പൊന്നു കൊണ്ടത് കേട്ടിട്ടേ ഇല്ലെന്ന് പറഞ്ഞു. അങ്ങനെ കേട്ടോ, അത് ശരിയായിരിക്കും. ചിലപ്പോൾ 15 മണിക്കൂറിന്റെ ഫ്ലൈറ്റ് ആണ്. ശരിയായിരിക്കും. ചിലപ്പോൾ കുറേ സ്പീച്ച് ഉണ്ടായിരുന്നു. ഇത് നോർമൽ ടൈം 10 മണിക്കൂർ, ചിലപ്പോൾ 8 മണിക്കൂറിൽ എത്തിക്കാൻ പറ്റും. മിഡ് മോർണിംഗ് ഉണ്ടെങ്കിൽ ചിലപ്പോൾ വ്യത്യാസം വരുന്നതാണ് പറഞ്ഞത്. ലെറ്റ്സ് സീ. നമുക്ക് ഇതിൻ്റെ കൂടുതൽ സംഭവങ്ങളൊക്കെ ഞാൻ കാണിച്ചു തരാം. ഒരു ആരോഗ്യൻ്റെ ഒരു സ്പ്രിംഗ് വാട്ടർ ഉണ്ട് കേട്ടോ. ദാഹം കാണാതെ ഞാൻ കുടിച്ച് തീർത്ത് ക്ഷമിക്കണം, കാണിക്കാൻ തന്നെ. പിന്നെ ആണെങ്കിൽ അവിടെ നിന്ന് 2 ബുക്ക് എടുത്തുകൊണ്ട് വന്നിട്ടുണ്ട്. ചുമ്മാ സാധാരണ എല്ലാ തന്നെ ഒരു ബുക്ക് എടുക്കും, ഒരു ഉപയോഗം ഉണ്ടാകാറില്ല. ചെറുതായിട്ട് ഫ്ലൈറ്റ് മൂവ് ചെയ്ത് തുടങ്ങിയിട്ടുണ്ട് കേട്ടോ. ലെറ്റ്സ് സീ. അങ്ങനെ നമ്മൾ മാഞ്ചസ്റ്ററിനോട് വിട പറയുകയാണ്. അല്ല, വിട തിരിച്ചു തന്നെ വരുവേ. Which you will find in the seat pocket in front of you, which contains additional information on the brace positions, how to open the exits, and use of slides and rafts, plus the restrictions of the use of electronic devices. आपकी seat pocket में रखे सुरक्षा निर्देश पत्र को पढ़ लें. इस ഇൻഫോർടൈൻമെന്റ് സിസ്റ്റത്തിൽ ഏതൊക്കെ സിനിമയുണ്ടെന്ന് നോക്കാം. ഏതൊക്കെ സിനിമകളുള്ള ബാങ് പറ്റിയതാണ്. മലയാളം മൂവീസ് ഏതെന്ന് നോക്കാം. മലയാളമായിട്ട് കാണിക്കുന്നില്ലല്ലോ. മലയാളം മൂവീസൊന്നും കാണിക്കല്ലേ? എവിടെയുണ്ടാവും കേട്ടോ. വേറെ എന്തൊക്കെ ഫീച്ചേഴ്സ് നോക്കാം. മൂവീസ് മാറ്റാം. നമുക്കാണെങ്കിൽ ഫ്ലൈറ്റ് ഷോപ്പുണ്ട്. ഷോപ്പ് ചെയ്ത പോട്ട് തിരിഞ്ഞിട്ട് വരുമായിരിക്കും. പിന്നെ TV സീരീസ് ഉണ്ട്. ഫ്ലൈറ്റ് നോക്കാം. 8 മണിക്കൂർ 49 മിനിറ്റ് ടോട്ടൽ ഫ്ലൈറ്റ് ആണെങ്കിൽ അറൈവ് ബൈ 3:23 ആയിരുന്നു. മണിക്ക് 2 o'clock എത്തേണ്ടതായിരുന്നു. ലെറ്റ്സ് സീ. എപ്പോൾ എത്തുമെന്ന് നമുക്ക് കണ്ടറിയാം. നോക്കാം. ലെറ്റ്സ് സീ. അടയാളപ്പെടുത്തുക കാര്യങ്ങൾ. ഇത് ഘടികാരങ്ങൾ നിരക്കുന്ന നിമിഷം. സെൻറ്റ് പീറ്റേഴ്സ്ബർഗിലെ സിംഹരാജാവ് ടേക്ക് ഓഫ് ചെയ്യാൻ പോകുന്നു. സമയം ഇപ്പോൾ 1:45 ആയിരിക്കും കേട്ടോ. നമ്മുടെ ഫ്രണ്ടിൽ കണ്ട ഫ്ലൈറ്റ് കേട്ടോ, റയാനെയർ ടേക്ക് ഓഫ് ചെയ്യാൻ വേണ്ടി വെയിറ്റ് ചെയ്യുകയാണ്. അതിൻ്റെ ഇടയ്ക്ക് 2 ഫ്ലൈറ്റ് ലാൻഡ് ചെയ്തു. ഐ ഹോപ്പ് ആഫ്റ്റർ റയാനെയർ ദിസ് ഷുഡ് ബി അവർ ചാൻസ്. ടേക്ക് ഓഫ് ചെയ്യുകയാണ്. ഈ ടേക്ക് ഓഫ് എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള പരിപാടിയാണ്. ആഹാ, എന്താ രസം. നല്ല രസമാട്ടോ. This is a Manchester airport. മോട്ടോവേയാണ് നടക്കുകയാണ് പോണേ. മാഞ്ചസ്റ്റർ സിറ്റി. ഫൈനലി നമ്മുടെ മീൽ വന്നിരിക്കും കേട്ടോ. ഒരു ബോട്ടിൽ വെള്ളമുണ്ട്. പിന്നെ ഇതെന്ത് ഫോർക്ക് ആൻഡ് നൈഫുണ്ട്. പിന്നെ ഇത് റൈസ് വിത്ത് വെജിറ്റബിൾ കറി ഉണ്ട്. പിന്നെ ഇതെന്ത് വഴി, ഇതൊരു വെജിറ്റേറിയൻ ഡിഷാണോ. ഇത് വെജിറ്റേറിയൻ സംഭവം എന്താണ്. പിന്നെ വെഗൻ പാഷൻ ഫ്രൂട്ട് മൂസ് പുഡിങ്ങായിട്ട്. പിന്നെ ഇത് എന്ത് സംഭവത്തെ പേര് പറഞ്ഞു. പിന്നെ അതും പിന്നെ ഒരു ചീസും ഉണ്ട്. പിന്നെ മിക്സർ ഫ്രൂട്ട് ജ്യൂസ് ഉണ്ട്. പക്ഷെ വെജിറ്റേറിയൻ സാധനമാണ് കിട്ടിയത്. ഞാൻ നോൺ വെജ് വെച്ച് പറഞ്ഞു. ഇന്ത്യയുടെ ടിക്കറ്റിലാണെങ്കിൽ നോൺ വെജിന് എക്സ്ട്രാ പേയ്മെൻറ്റ് ചെയ്യണം. ഇന്ത്യയുടെ ടിക്കറ്റിൽ അങ്ങനെ എക്സ്ട്രാ പേയ്മെൻറ്റ് ചെയ്യണമെന്ന കാര്യം എനിക്കും വേണ്ടി അറിയാം. പുറത്തിട്ട് വയ്ക്കുക. പുറത്തെ കാഴ്ചകൾ ഇങ്ങനെയാണ്. നമ്മുടെ വീട് ക്ലോസ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഇനി 7 hours 15 minutes ഉണ്ട്. ലെറ്റ്സ് സീ. ഇതൊക്കെ കഴിച്ചിട്ട് കാണാം. എങ്ങനെയുണ്ടോ? പ്രഥമ ദൃഷ്ട്യ ചിക്കൻ കിട്ടിയ വിഷമം ഉണ്ടെങ്കിലും പക്ഷേ വെജിറ്റേറിയൻ കറി നൈസായിരുന്നു. ദാൽ കറിയും റൈസും പനീറും പിന്നെ വെജിൻ്റെ എന്താണ് കൂട്ടറി കൂട്ടിയ സംഭവം. പിന്നെ പാഷൻ ഫ്രൂട്ട് വേഗം യോഗട്ട് വേഗം സംഭവം നൈസാണ്. പക്ഷെ എനിക്ക്
ഡൽഹി എത്താറായിരിക്കുകയാണ്. വേണമെങ്കിൽ പൈലറ്റ് എന്തോ അനൗൺസ് കയ്യിൽ എന്തോ പോയെന്നുള്ളത് തമാശപരനാണ്. ഇന്നാണ് ഇത് ട്രിപ്പാണ്, ഫുൾ ടർബുലൻസ് ആട്ടോ. അതുകൊണ്ട് നല്ല റോട്ടിൽ കൂടെ പോകണതിൻ്റെ ചാട്ടവും ഇതൊക്കെയാണ്. അതുകൊണ്ട് പ്രാർത്ഥിച്ചൊക്കെയാണ് എല്ലാവരും ഇരിക്കുന്നത്. ഫ്ലൈറ്റ് ഏറെക്കുറെ ഡൽഹി എത്താറായിട്ടുണ്ടോ. അങ്ങനെ ഫൈനലി ഇന്ത്യ ടച്ച് ചെയ്തിരിക്കുകയാണ്, ഡൽഹി എത്തിയിരിക്കുക കേട്ടോ. നമ്മൾ കേരളത്തിലോട്ട് വന്നിറങ്ങേണ്ട ഫീൽ ഒന്നുമില്ല ഡൽഹി ടച്ച് ചെയ്യുമ്പോൾ. ഡൽഹിയിലാണെങ്കിൽ നമ്മളാണെങ്കിൽ ഡയറക്റ്റ് ഇൻ്റർനാഷണൽ ഫ്ലൈറ്റ് ഡയറക്റ്റ് ആണെങ്കിലും, പക്ഷേ ഡൽഹിയിൽ നിന്നാണെങ്കിൽ നമ്മളാണെങ്കിൽ സ്യൂട്ട് കേസൊക്കെ എടുത്ത് നമ്മളാണെങ്കിൽ കസ്റ്റം ക്ലിയറൻസ് ചെയ്തിട്ടാണ് കേട്ടോ കൊച്ചിയിലോട്ട് എടുക്കാൻ വേണ്ടി. കൊച്ചിയിലോട്ട് പോയ ഫ്ലൈറ്റും ഡിലേ തന്നെയായിരുന്നു. 2 മണിക്കൂറോളം ഡിലേ ഉണ്ടായിരുന്നു കേട്ടോ കൊച്ചിയിലോട്ട് പോയ ഫ്ലൈറ്റ്. എന്ന് വെച്ചാൽ നമ്മുടെ ഈ ഫ്ലൈറ്റ് വരാൻ ഡിലേ ആയതുകൊണ്ട് ഡൽഹി ടു കൊച്ചി ഫ്ലൈറ്റ് ഡിലേ ആക്കിയതാണ്. ഈ ആകാശത്ത് നിന്ന് ഈ കാഴ്ച നമുക്ക് കിട്ടുന്ന സുഖമുണ്ടല്ലോ, അത് വേറെ ഒരു എയർപോർട്ടിൽ ചെന്നിറങ്ങിയാലും കിട്ടില്ല. ഫുൾ തെങ്ങൊക്കെ ആയിട്ട്. അങ്ങനെ ഫൈനലി നമ്മൾ കൊച്ചി ലാൻഡ് ചെയ്തിരിക്കുകയാണ്. ഇനി അടുത്ത വിശേഷങ്ങൾ വരും വീഡിയോയിൽ കാണുന്നതാണ്. See you, stay tuned, bye bye.